എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു തന്നു. ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞാടുകളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നടത്തുന്ന അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ. അപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുന്ന കാര്യം, പെന്തക്കോസ്തുകാർ ഓരോ വീട് കയറി ഇറങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് കത്തോലിക്കർക്കും CSIക്കാർക്കും ഒന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. ആ മറുപടി ഒന്ന് പരിഹരിച്ച് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്ത് പെന്തക്കോസ്തുകാരുടെ ചോദ്യങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അപ്പോൾ ആ വീഡിയോ ഒരല്പം കേട്ട് നമുക്കതിന്റെ വിശദീകരണം ഒന്ന് കേൾക്കാം. സ്നാനം ആവശ്യമുള്ളതല്ല എന്നുള്ളതാണ് അച്ഛന്റെ അത്യാവശ്യമായ വിശദീകരണം. സ്നാനം വേണ്ട എന്നതും അതിന്റെ ആവശ്യമില്ല എന്നുള്ളതും അത് കൽപ്പനയല്ല എന്നുള്ളതും സ്നേഹിക്കുക എന്നുള്ളതാണ് കൽപ്പന എന്നുള്ളതുമാണ് അച്ഛന്റെ വാദം. അങ്ങനെ അച്ഛൻ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞ ആ ഭാഗം ഞാൻ വിട്ടേക്കാം. നമുക്കറിയാം, ചെങ്കടൽ കടന്നതാണ് സ്നാനത്തിന് മുൻകുറി എന്ന് തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങൾക്കറിയാം, ചെങ്കടൽ കടക്കുന്നത് വരെ അവരുടെ പുറകെ നിന്ന ശക്തി ഫറവോനാണ്. ഫറവോൻ ഒരു കാരണവശാലും ഇസ്രായേലിനെ ആരാധനയ്ക്ക് വിടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ മാത്രം പോയിട്ട് വരീൻ. അവരതിന് തയ്യാറായില്ല. അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഷെഡ് ക്രമീകരണം ഞാൻ ചെയ്തുതരാം, നിങ്ങൾ ഇവിടെ ആരാധിക്കൂ. അവരതിന് തയ്യാറായില്ല. ഒടുവിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപാടുണ്ടായിട്ട് 10 ബാധകൾ അഴിച്ചുവിട്ട് കടിഞ്ഞൂൽ സംഹാരമടക്കം ഇസ്രായേലിന് വേണ്ടി ഈജിപ്തിൽ അഴിച്ചുവിട്ടിട്ടാണ് കർത്താവ് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ എന്താ പ്രശ്നം? ചെങ്കടൽ ക്രോസ് ചെയ്താൽ, ജനം സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നാൽ അത് ശത്രുവിനൊരു വല്ലാത്ത പ്രഹരമാണ്. അതുകൊണ്ട് സ്നാനത്തെ കഴിയുന്നിടത്തോളം തടുക്കുക. അന്ന് ഫറവോന്റെ താല്പര്യമായിരുന്നെങ്കിൽ ഇന്ന് പള്ളിയിലച്ചന്മാരുടെ താല്പര്യമാണ്. ജനം സ്നാനപ്പെടാതിരിക്കാൻ ഫറവോൻ എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കടക്കാതിരിക്കാൻ ഫറവോൻ ഒരു ഷെഡ് ഇട്ട് കൊടുക്കാൻ തയ്യാറായതുപോലെ ഈ പള്ളിയിലച്ചന്മാർ ജനം വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ ഏറ്റെടുത്ത് സ്നാനമെടുക്കുന്നതിന് പകരം ഇവരൊരു തളിപ്പ് കൊടുത്ത് ജനത്തെ താൽക്കാലിക ഷെഡിൽ ഒതുക്കുകയാണ്. ഇവർ വ്യാജന്മാരാണ്, ഇവർ കള്ളയപ്പോസ്തലന്മാരാണ്, ഇവർ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്നവരാണ്, ചെന്നൈക്കളാണെന്ന വസ്തുത ഈ വീഡിയോ കുറച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും നമുക്ക് ഒരല്പം കേട്ട് നോക്കാം. 10-20 മിനിറ്റ് ഉണ്ട്. അത്രയും ഒന്നും വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു 4-5 മിനിറ്റത്തെ കാര്യമെങ്കിലും നമുക്ക് പറയാൻ ശ്രമിക്കാം. ഒന്ന് കേട്ടു നോക്കാം. CSI സഭയും മാർത്തോമാ സഭയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കും അല്ലെങ്കിൽ സ്നാനപ്പെടുത്തും. നമ്മളങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വീട്ടിൽ വന്നിട്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കും. നമുക്ക് അതുവരെ വലിയ സംശയമൊന്നുമില്ല. അത് ചോദിക്കുമ്പോൾ നമുക്ക് സംശയമാണ്. അത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. അതുവരെ നമുക്ക് സംശയമൊന്നുമില്ല, അത് ചോദിക്കുമ്പോൾ സംശയം. എന്താ കാര്യം? ഈ രക്ഷ എന്നത് എന്താണെന്ന് പോലും ജനത്തിന് പറഞ്ഞു കൊടുക്കാതെ, ജനത്തെ നൈസായിട്ട് തളിപ്പിച്ച് നിങ്ങൾ ദൈവസഭയുടെ അംഗമായി എന്ന് ഇപ്പൊ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ച് കബളിപ്പിച്ചിരിക്കുന്ന ഈ ചെന്നൈക്കൾ ആ ജനത്തിന്റെ കണ്ണ് കെട്ടിവച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരോട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സംശയം വരും. കാരണം അത് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഒരിക്കലും ഒരു ഗ്രൂപ്പ് സ്നാനപ്പെട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനമൊക്കെ പെട്ടത് ശരിയാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പൊ അവർ പറയും, ഞങ്ങളത് കേട്ടു പോലുമില്ല. പൗലോസ് തിരിച്ചു ചോദിക്കുന്നത്, പിന്നെ ഏത് നാമത്തിലാണ് നിങ്ങൾ സ്നാനപ്പെട്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നൊരു പേര് കേൾക്കാതിരിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാ സംഭവിച്ചത്? അവസാനം ഒരു കാര്യം ഏറ്റുപറയുന്നു. പിന്നീട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കിട്ടത്തക്ക നിലയിൽ പൗലോസ് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാവുന്നു. ആ ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ അച്ഛന്മാരുടെ കൂടെ നടക്കുന്ന ജനത്തിന്റെയും ഗതി. രക്ഷ എന്താണെന്ന് അറിയില്ല, നിത്യത എന്താണെന്ന് അറിയില്ല, യേശു ആരാണെന്ന് അറിയില്ല.
യേശുക്രിസ്തു ഓർമ്മയ്ക്കായി കൊടുത്ത തിരുമേശയെ ഇവർ പ്രധാന സംഭവമാക്കി മാറ്റി. അതിനകത്ത് ജനത്തെ തളച്ചിട്ടിട്ട് രക്ഷയടക്കമുള്ള ഗൗരവമേറിയ കാര്യങ്ങളെ ഇവർ ഒഴിവാക്കി ഈ ജനത്തെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവർ മുക്കിപ്പറക്കി വിടുന്നവരുടെ അടുത്ത് പെന്തക്കോസുകാരൻ ചെന്ന് ചോദിക്കുന്ന സിമ്പിളായ ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അവർക്ക് അറിയില്ലത്. അപ്പൊ അതിന് അച്ഛൻ മറുപടി പറഞ്ഞു കൊടുക്കുന്ന കേൾക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ ഓഫ് ആക്കിയായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും ഓഫ് ആക്കിയായിരുന്നു. അത് ഓഫാക്കി ഗ്യാസ് വരുന്നില്ലെന്ന് മണപ്പിച്ചു നോക്കിയ പാർട്ടികളാണ്. പക്ഷെ എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പോ സംശയം, അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് പള്ളിയുടെ വാതിക്കൽ ഇറങ്ങുമ്പോ ഭർത്താവ് ചോദിക്കുക, ഈ വീട് പൂട്ടിയായിരുന്നു. അത് പൂട്ടി അവിടെ തൂങ്ങി നോക്കിയതാണ്, അത് ലോക്ക് വീണാണ്. എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ അന്ന് സംശയത്തിലാവും. അപ്പൊ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ പറയും വിശ്വസിച്ച് സ്നാനപ്പെട്ടതാണ്. അടുത്ത സംശയം. അപ്പൊ നമ്മൾ ഇങ്ങനെ കിളി പോയി നിൽക്കുമ്പോ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. ആവട്ടെ, യേശു ഏറ്റ സ്നാനം ഏറ്റതായിരുന്നു. നമ്മളാണെങ്കിൽ ബാക്കിയെല്ലാം യേശുവിനെ പോലെ ഈ ഒരു കാര്യം മാത്രമായിട്ടില്ല. യേശു ഏറ്റ സ്നാനം നിങ്ങൾ ഏറ്റതാണോ? ഇല്ല. അതെന്താ? ഞങ്ങൾ ഇവിടെ പള്ളിയിലെ ഒരു ബക്കറ്റിന്റെ അകത്താണ് മുങ്ങിയത്. യേശു ആണെങ്കിൽ എവിടെ മുങ്ങിയത്? യോർദാനിലാണ് മുങ്ങിയത്. ഞങ്ങളുടെ കുറച്ചുകൂടെ ലോക്കൽ സ്നാനമാണ്. യേശുവിനെ പോലെ യോർദാനിലൊന്നുമല്ല. അപ്പൊ ഈ വന്ന സവാലം ചോദിക്കും, അതല്ല, വിശ്വസിച്ചാണോ സ്നാനമേറ്റത്? വീണ്ടും കുഴപ്പമായി. ഇവിടെ നാം അറിയേണ്ട ആദ്യത്തെ വിഷയം, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, യേശു ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനമാണോ അല്ലേ? ഇതാണ് ആദ്യം നാം തീരുമാനിക്കേണ്ടത്. എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള യേശു ഏറ്റ സ്നാനം ഏറ്റതാണോ, യേശുവിനെ പോലെ വേണ്ടേ സ്നാനപ്പെടേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരും. എന്താ കാരണമെന്നറിയാമോ? ബാക്കി ഒന്നിനും ആരെ പോലാവണ്ട, യേശുവിനെ പോലാണോ? യേശു കല്യാണം കഴിച്ചാണോ? പിന്നെ ഇയാൾ കല്യാണം കഴിക്കും. യേശുവിനെ പോലാവണം എന്നാണല്ലോ നമ്മൾ പാടുന്നത്. യേശുവിനെ പോലെ ഇയാൾ 65-ാമത്തെ വയസ്സിൽ നല്ല പയറ് പോലെ നടക്കുക. യേശുവിനെ 31-ാമത്തെ വയസ്സിൽ നാട്ടുകാർ കൊന്നു. അതുകൊണ്ട് യേശുവിനെ പോലെ ആകണം. ഏത് കാര്യത്തിൽ മാത്രം? വെള്ളത്തിൽ ഊളിയിടുന്ന കാര്യത്തിൽ മാത്രം. ജീവിതത്തിലോ വർത്തമാനത്തിലോ സ്നേഹത്തിലോ ക്ഷമയിലോ കരുണയിലോ ഒന്നും ആരെ പോലാവണ്ട. എന്തുകൊണ്ടാണ് ശത്രുവിനോട് ക്ഷമിക്കണം? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. 70 വട്ടം ക്ഷമിക്കണം. ഇതൊന്നും പറയത്തില്ല. മുങ്ങുന്ന കാര്യത്തിൽ മാത്രം ആരെ പോലെ ആയാൽ മതി, യേശുവിനെ പോലെ ആയാൽ മതി. അച്ഛൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്. കാരണം അച്ഛൻ പറയുന്ന കാര്യം, ഊളിയിടുന്ന കാര്യം, അത് അവരുടെ ലാംഗ്വേജ് അനുസരിച്ച് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളത്തിൽ യേശു നിമജ്ജന സ്നാനം ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ കാര്യം വിശ്വാസ സ്നാനമാണ്. അത് അച്ഛന്റെ പദപ്രയോഗത്തിലുണ്ട്. ഈ സ്നാനം ഏൽക്കുന്ന എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകാൻ ഇറങ്ങി തിരിച്ചവർ സ്നാനത്തിൽ മാത്രം ഇതാകാൻ ശ്രമിക്കുന്നു, ബാക്കി ഒന്നും എടുക്കുന്നില്ല എന്നതാണ് അച്ഛന്റെ മുതലക്കണ്ണീർ. ഈ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ. ഒരു വർഗത്തെ സംബന്ധിച്ചിടത്തോളം, കുറച്ച് തെളിച്ചു പറഞ്ഞാൽ പെന്തക്കോസ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം സ്നാനത്തിന് യേശുവിനെ പോലെ ആകണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ്. സ്വന്തം ഭാര്യയെ പോലും സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അയൽക്കാരന്റെ കാര്യം പറയുകയും വേണ്ട. അപ്പൊ ഇങ്ങനെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള രക്ഷിക്കപ്പെട്ടവൻ ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റികൾ ഇല്ലാതെ
രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ രക്ഷിക്കപ്പെടാത്തൊരുത്തൻ രക്ഷിക്കപ്പെട്ടവന്റെ ക്വാളിറ്റി കാണിച്ചു എന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ട്രെയിനിൽ നിന്ന് ചായ മേടിച്ചു കൊടുത്തു, അടുത്തിരുന്നവനൊക്കെ ചായ മേടിച്ചു കൊടുത്തു, ട്രെയിനിലിരുന്ന എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറി. ഇത് മതിയോ ഒരാൾക്ക്? പോരാ. അയാൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിയ തെറ്റ് ഒഴിവാക്കാൻ കൂടെ ഇരിക്കുന്നവന് ചായ മേടിച്ചു കൊടുക്കുകയും അവന് പുതയ്ക്കാൻ നിന്റെ ഉടുമുണ്ട് ഊരി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിക്കലും ഗുണകരമായി മാറില്ലച്ചോ. അപ്പൊ ഇത് രണ്ടും പ്രധാനമാണ്. പരമപ്രധാനം രക്ഷിക്കപ്പെടുകയാണ്. 2, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഫലം മാത്രം കാണിച്ചിട്ട് രക്ഷിക്കപ്പെടാതിരിക്കുന്ന അർത്ഥമില്ല. അത് പ്ലാസ്റ്റിക് മരം പോലിരിക്കും. ആർട്ടിഫിഷ്യൽ ട്രീ നമ്മൾ മേടിച്ചാൽ അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും, ഒന്നും തിന്നാൻ കൊള്ളത്തില്ലച്ചോ. ചില വൃക്ഷങ്ങൾ നല്ല ലൈവായിട്ട് സൂപ്പറായിട്ട് നിൽക്കും, അതിനകത്ത് ഫലം കാണില്ല. ഇത് രണ്ടും സെയിം ഇഫക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത്തിയെ കണ്ടിട്ട് യേശു ശപിച്ചു. എന്താ കാര്യം? അത്തിയായിട്ട് നിൽക്കുക, പക്ഷെ അതിൽ ഫലമില്ല. അതുപോലെ സൂപ്പർ അത്തികൾ വീടിനകത്ത് നിൽക്കാറുണ്ട്, ഫലം ഉണ്ട്, പക്ഷെ അത് പ്ലാസ്റ്റിക്കാണ്, തിന്നാൻ പറ്റില്ല. ഇത് രണ്ടും സെയിം ഇഫക്റ്റ് അല്ലേ അച്ചോ? ഒരെണ്ണം ഒറിജിനൽ മരം ഫലമില്ലാതെ നിൽക്കുന്നു, മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് മരം ഫലത്തോടെ നിൽക്കുന്നു. ഇത് രണ്ടും തെറ്റല്ലേ? ഇത് രണ്ടും അല്ലേ ആകേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ് മരം ഫലത്തോടെ നിൽക്കുകയല്ലേ ആകേണ്ടത്? ഒറിജിനൽ മരം ഫലത്തോടെ നിൽക്കണം. ഒറിജിനൽ മരം എന്ന് പറയുമ്പോൾ യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ടേറ്റു പറയണം. കുറഞ്ഞ പക്ഷം അതിനുള്ള പ്രായമാകണം വെച്ചോ. അതാകാതെ ഒരാൾക്ക് എങ്ങനെ സ്നാനപ്പെടാൻ കഴിയും? ഒരാളെ എങ്ങനെ സ്നാനപ്പെടുത്താൻ കഴിയും? എന്താണ് അതിന്റെ ലോജിക്? അപ്പോൾ ആദ്യം നടക്കേണ്ടത് മാനസാന്തരമാണ്, രക്ഷിക്കപ്പെടലാണ്. അടുത്ത് നടക്കേണ്ടത് സ്നാനമാണ്. സ്നാനം യേശു എടുത്തതുപോലെയാണോ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ യേശു എടുത്തത് ക്രിസ്തീയ സ്നാനമല്ല. യേശു എടുത്ത സ്നാനം ദൈവമായ ക്രിസ്തു മനുഷ്യരോട് ചേരുകയായിരുന്നു. നമ്മൾ എടുക്കുന്ന സ്നാനം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് യേശുവിനെ ദൈവപുത്രനാണെന്നും യേശു രക്ഷകനാണെന്നും എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും എന്നെ ചേർക്കാൻ വീണ്ടും വരും എന്നുമുള്ള തിരിച്ചറിവുണ്ടാകാതെ എങ്ങനെ സ്നാനപ്പെടും വെച്ചോ? എന്ത് അടിസ്ഥാനത്തിലാണ് അച്ഛനും കൂട്ടരും സ്നാനം കൊടുക്കുന്നത്? തെക്കുവടക്ക് അച്ഛനും അറിയില്ല, കൂടെയുള്ള ഈ ജനത്തിനും അറിയില്ലച്ചോ. എന്നിട്ട് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പൊ പെന്തക്കോസുകാരുടെ ചോദ്യത്തിനകത്ത് കുഴപ്പമൊന്നുമില്ലച്ചോ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോ എന്തിനാ നിങ്ങൾ ഞെട്ടുന്നേ? വിശ്വസിച്ചിട്ടാണോ സ്നാനം എടുക്കുന്നത് കേൾക്കുമ്പോൾ വിഷമിക്കുന്നത് എന്തിനാ? ഭാവന സൈന്യമായതുകൊണ്ടല്ലേ. ബൈബിൾ ക്ലീൻ ആയിട്ട് പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിന്റെ അർത്ഥം വിശ്വസിക്കാതെ സ്നാനമിട്ടത് കൊണ്ട് കാര്യമില്ലെന്നല്ലേ. തൊട്ടടുത്ത വാക്യം പറയുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇൻ ബിറ്റ്വീൻ ലൈൻസ് വി കൻ ക്ലിയർലി റീഡ്, വിശ്വസിക്കാത്തവൻ സ്നാനമേറ്റാലും ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇപ്പൊ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ എന്തിനാണ് ഈ ജനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ ജനത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന വെച്ച് ജീവിക്കുകയും ചെയ്യും, ആ ജനത്തെ നരകത്തിലേക്ക് വിടുകയും ചെയ്യുന്ന എന്തിനാണ്? അവരിൽ നിന്ന് കാശ് മേടിക്കുന്നുവെങ്കിൽ, അവരിൽ നിന്ന് ഐഹികമായത് ലൗകികമായത് സ്വീകരിക്കുന്നുവെങ്കിൽ അവർക്ക് ആത്മികമായത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടച്ചോ. അത് തിരിച്ചറിയണം. അതുകൊണ്ട് മുഴുകൽ സ്നാനമേറ്റ, വിശ്വാസ സ്നാനമേറ്റ, രക്ഷിക്കപ്പെട്ട വർഗത്തിൽ ആരെങ്കിലും നല്ല സ്വഭാവം ഇല്ലാത്തവരുണ്ടെന്നും വെച്ച്, സ്നേഹിക്കാത്തവരുണ്ടെന്നും വെച്ച്, ക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷങ്ങൾ വെളിപ്പെടുത്താത്തവരുണ്ടെന്നും വെച്ച് അതല്ല മാർഗമെന്നും നിങ്ങൾ കാണിക്കുന്നതാണ് മാർഗമെന്നും പറയുവാൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് അൺബിബ്ലിക്കൽ, ദാറ്റ് ഈസ് ആന്റി ബിബ്ലിക്കൽ. അതിനകത്ത് സംശയമൊന്നും വേണ്ടച്ചോ. എന്റെ പ്രശ്നം, നിങ്ങൾ മുങ്ങുന്ന കാര്യത്തിൽ യേശുവിനെ പോലായിരിക്കും ഒരു പരാതിയില്ല, പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും യേശുവിനെ പോലാകാൻ ആഗ്രഹമുണ്ടോ? ആ ചോദ്യം കറക്റ്റാണ്. അച്ഛന്റെ ആ ചോദ്യം വളരെ കറക്റ്റാണ്. മുങ്ങുന്ന കാര്യത്തിൽ
സകല നീതിയും നടപ്പിലാകാൻ പാകത്തിന് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വെള്ളത്തിൽ സാക്ഷ്യപ്പെടുത്തി യേശുവിനോട് ചേരുന്ന കാര്യത്തിൽ ക്രിസ്തുവിനെ പോലെ ചെയ്യുന്നവൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. അത് അച്ഛൻ പറയുന്നത് 100% ശരിയാണ്. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. നേരെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് സ്നാനപ്പെടാതിരിക്കുന്നത് തെറ്റാണ്. നേരെ ജീവിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അത് അവനെ കൊണ്ട് കഴിയില്ലാത്തത് കൊണ്ടാണ് ദൈവം ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. അവൻ നമ്മുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിച്ചിട്ട് നമുക്ക് സാക്ഷികളാകാൻ കഴിയും, നേരെ ജീവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വരാത്തതാണ് ഇന്നത്തെ പ്രതിസന്ധി കാരണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്തതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം. ഒരു വർഗം പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവില്ല, മറ്റൊരു വർഗം പഠിപ്പിക്കുന്നു അന്യഭാഷയില്ല, മറ്റൊരു വർഗം പഠിപ്പിക്കുന്നു കൃപാവരമില്ല. ഇങ്ങനെ പലതും പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ രക്ഷിക്കപ്പെട്ടവൻ പരിശുദ്ധാത്മാവിൽ നിന്ന് അകലം പിടിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ച് കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെ നമ്മളിൽ ഫലം വെളിപ്പെട്ടു വരും? ഫലം വെളിപ്പെടാതെ എങ്ങനെ ഒരു ക്രൈസ്തവനായിരിക്കാൻ കഴിയും? ഒന്നും വേണ്ട, മുങ്ങിയതിന് ശേഷം അപ്പനോടോ അമ്മയോടോ മര്യാദയ്ക്കൊന്നും മിണ്ടിയിട്ടുണ്ടോ? സഹോദരനോട് മിണ്ടിയിട്ടുണ്ടോ? നമ്മുടെ സഭയിൽപ്പെടാത്ത മറ്റു മതസ്ഥരോട്, അന്യമതസ്ഥരോട് നേരെ ചൊവ്വേ ഒന്ന് മിണ്ടിയിട്ടുണ്ടോ? വേദപുസ്തകം പറയുന്നു ഏറ്റവും വലിയ കൽപ്പന. കർത്താവിനോടൊരു വിദ്വാൻ വന്ന് ചോദിച്ചു, ഏതാണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. ഒരു കുഴപ്പം. എന്നാൽ കർത്താവ് അവിടെ നിർത്തുന്നില്ല. അതിനുശേഷം ഉടനെ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, രണ്ടാമത്തേത് ഇതിനോട് സമം. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കൽപ്പന, തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല. എന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തേത് ഇതിനോട് സമം. അതെന്താണ് രണ്ടാമത്തേത്? നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് സമം കൂട്ടുകാരനെ സ്നേഹിക്കണം. അവിടെ കൂട്ടുകാരൻ എന്നത് നിന്റെ സഭയിലുള്ള, നിന്റെ മതത്തിലുള്ള, നിന്റെ ജാതിയിലുള്ള, നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ രക്തത്തിൽ പിറന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും വലിയ കൽപ്പന എന്നത് സ്നാനപ്പെടുക എന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നിട്ട് ഏറ്റവും അവസാനം പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പല വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശുശ്രൂഷാവരം, പ്രവചനവരം, രോഗശാന്തിവരം, ഇങ്ങനെ എല്ലാ വരങ്ങളും പറഞ്ഞതിന് ശേഷം 12-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത്, ഇനി ഞാൻ നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ഒരു വരം കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വരമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12 അവസാനിപ്പിക്കുന്നത്, ഇനി ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായതല്ല അതിശ്രേഷ്ഠമായ മറ്റൊരു വരം കാണിച്ചു തരാം. എന്റെ പൊന്നച്ചോ, അതിശ്രേഷ്ഠമായൊരു വരം കാണിച്ചു തരാം എന്നാണ് പറയുന്നത്, കൽപ്പന അല്ല. ആ വരം നമ്മളിൽ പ്രൊഡ്യൂസ് ആകണമെങ്കിൽ ആദ്യം വേണ്ടത് യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മളിൽ വെളിപ്പെടുന്നത്. ഇല്ലാതെ നമ്മളിൽ വെളിപ്പെടുന്ന സ്നേഹമൊക്കെ പിശാച് നമ്മളിൽ തന്നിരിക്കുന്ന ഒരു ചെറിയ സ്നേഹത്തിന്റെ ഏടുകളാണ്, പ്രദർശനങ്ങളാണ്. അതൊന്നുമല്ല.
നമ്മൾ കാണിക്കുന്ന കുറച്ച് മനുഷ്യത്വപരമായ സ്നേഹങ്ങളൊന്നുമല്ല ഒറിജിനൽ സ്നേഹം. ഒറിജിനൽ സ്നേഹം ക്രിസ്തുവിലുള്ള അഗാപ്പയാണ്. അച്ഛൻ ഈ പറയുന്ന സ്നേഹം ഫിലയോ ആണ്, സമൂഹത്തിലെ സ്നേഹമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുന്നവരെ കണ്ടാൽ 50 രൂപ കൊടുക്കുന്നു, ആൾക്കാർക്ക് ഇച്ചിരി വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു, ആൾക്കാർക്ക് ഇച്ചിരി ആഹാരം മേടിച്ചു കൊടുക്കുന്നു, ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ അഗാപ്പെ അല്ല, ഇതൊക്കെ ഫിലയോ ആണ്. ഇതിനൊന്നിനും അഗപ്പയുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹം, വരമായിരിക്കുന്ന സ്നേഹം, അത് അഗപ്പയാണ്. 13-ാം അധ്യായം തീരുമാനം പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. കാരണം ആ സ്നേഹം സ്വർഗത്തിലും നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിലും ആ സ്നേഹം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് പോലെ മറ്റുതര മതസ്ഥരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ല ഇവിടെ പറയുന്നേ. അത് ദൈവസ്നേഹമാണ്. ആ സ്നേഹം നടുന്നത് തന്നെ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലാണ്, നിത്യജീവനെ പ്രാപിക്കുന്നതിലാണ്. ആ നിത്യജീവൻ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്നത് അതൊരു ഫിലയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഫിലയോ വേണ്ടെന്നല്ല. ഫിലയോ നമുക്ക് വേണം, സ്റ്റോർ ചെയ്യാൻ നമുക്ക് വേണം. ഏറ്റവും പ്രധാനം അഗപ്പയാണ്. അപ്പോൾ അഗപ്പയില്ലാതെ ഫിലയോയും സ്റ്റോർജയും നിലനിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറ്റാത്ത ഒരുത്തനെ എങ്ങനെയാണ് അഗപ്പെ കാണിക്കാൻ പറ്റുക? അഗപ്പെ ഏതൊരുത്തനെയും നിത്യജീവനിലേക്ക് എത്തിക്കുന്നത്, ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നത്, പള്ളിക്കകത്തേക്ക് എത്തിക്കുന്നതല്ല, പള്ളിക്കകത്ത് കൊണ്ടൊന്ന് പള്ളിയുടെ അംഗമാക്കുന്നതല്ല. എന്നിട്ട് അവൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് സംവരണം വല്ലതും കൊടുത്തിട്ട് അവന്റെ നിത്യജീവനെ നശിപ്പിക്കുന്നതല്ലച്ചോ അഗപ്പെ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലയോ ആണ്. നിങ്ങൾക്ക് പറയാനൊക്കോ നിങ്ങൾ ചെയ്യുന്നത് അഗപ്പയാണെന്ന്? ഉണ്ടല്ലോ, നിങ്ങളുടെ ചർച്ചിലെ അംഗങ്ങൾക്ക് സംവരണം, ഏതെങ്കിലും ഒരു ഹൈന്ദവന് നിങ്ങൾ ഈ സംവരണം കൊടുക്കുവോ? നിങ്ങളുടെ ചർച്ചിൽ വരാത്തൊരുത്തന് നിങ്ങൾ സംവരണം കൊടുക്കുവോ? ഇല്ലല്ലോ. പിന്നെ എന്ത് അഗപ്പയാണച്ചോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായ ഇറോസ് ആണ്, സെൽഫിഷ് ലവ് ആണ്, സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ്. നിങ്ങളുടെ കൂടെ ഒരുത്തൻ വന്നാൽ, കത്തോലിക്കനായി മാറിയാൽ, നിങ്ങളുടെ സഭാംഗമായി മാറിയാൽ നിങ്ങൾ അവന് സംവരണം കൊടുക്കും. ഇത്രയും സ്നേഹം പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഹിന്ദുവിന് ജോലി കൊടുക്കില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഇസ്ലാമിന് ജോലി കൊടുക്കില്ല? നിങ്ങൾ വേറെ ആർക്കും ജോലി കൊടുക്കില്ലച്ചോ. നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കേ ജോലി കൊടുക്കത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സ്നേഹം മറ്റവനെ നിങ്ങളുടെ സഭയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് അവന് വല്ല അരിയോ പഞ്ചസാരോ മേടിച്ചു കൊടുക്കുന്നതാണ്. അത് വലിയ കഴമ്പുള്ള കാര്യമല്ലച്ചോ. മറ്റവനെ അരിയും പഞ്ചസാരയും കൊടുത്ത് സ്വന്തം സഭാംഗമാക്കി സഭയുടെ വലിപ്പം കൂട്ടുന്നതല്ലച്ചോ ഇപ്പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനോട് ജനത്തെ ചേർക്കുന്നതാണച്ചോ സ്നേഹം എന്ന് പറയുന്നത്. അവന്റെ തോലും പാലും അല്ല ഒരാത്മീകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവനെ ക്രിസ്തുവിനോട് ചേർക്കുകയാണ് ഉദ്ദേശം. അതുകൊണ്ട് ഒരുത്തൻ ആദ്യം നമ്മുടെ അടുക്ക വരുമ്പോൾ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുന്ന പാഠം രക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണച്ചോ, വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണച്ചോ, ക്രിസ്തുവിനോട് ചേരുക എന്ന പദ്ധതി തന്നെയാണച്ചോ. അത് കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത് കടക്കുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഞങ്ങളിൽ പലരും മറ്റവരെ കണ്ടാൽ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവരെ കണ്ടാൽ ചിരിക്കുന്നില്ല, മറ്റുള്ളവരെ ബഹുമാനിക്കാത്തവരുണ്ട്, മാതാപിതാക്കളെ നോക്കാത്തവരുണ്ട്, സ്നേഹിക്കാത്തവരുണ്ട്, സ്വന്തം ഭാര്യമാരെ പോലും സ്നേഹിക്കാത്തവരുണ്ടച്ചോ, ഭർത്താക്കന്മാരെ സ്നേഹിക്കാത്തവരുണ്ട്. ഈ പറയുന്ന പദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് പോലും എന്തുകൊണ്ട് അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത് കൊണ്ടാണ്. തിരുവെടുത്ത് പറയുന്നത് പോലെ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റൊരുത്തൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ അവനിൽ ദൈവീക സ്വഭാവം പ്രദർശിപ്പിക്കാൻ കഴിയില്ലച്ചോ. അതിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് അച്ഛനും അച്ഛന്റെ കൂടെയുള്ള എല്ലാവരും, അച്ഛന്റെ മുകളിലുള്ള പോപ്പും യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞാടുകളോട് അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ചെയ്യാതെ, അകപ്പെ വെളിപ്പെടുത്താതെ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹത്തിന്റെ കുറഞ്ഞ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ജനത്തെ വഴിപിഴപ്പിക്കുന്ന ഈ പരിപാടികൾ വചനവിരുദ്ധമാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞ് എന്നെ കേൾക്കുന്ന ജനം കാര്യം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഗുണം പിടിച്ചോളാൻ ഓർപ്പിച്ച് വാക്കുകൾ വിരമിക്കുന്നു. മേ ഗോഡ് ബ്ലസ് എവരിബഡി.